പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28 പ്രധാന വാർത്തകൾ. റിയാദ് രാജ്യാന്തര പുസ്തകമേളയിലെ ഒമാൻ പവിലിയൻ സന്ദർശകരുടെ ശ്രദ്ധയാകർഷിക്കുന്നു. നിരവധി ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള സുൽത്താനേറ്റിന്റെ പവലിയനിൽ അപൂർവമായ ഒമാനി കയ്യെഴുത്തുകളുടെ പ്രദർശനം, വിവിധ ഒമാനി പ്രസിദ്ധീകരണങ്ങൾ, ഫൈൻ ആർട്സ് എക്സിബിഷൻ, കലാ സംഗീത പ്രകടനങ്ങൾ, ഷോർട്ട് പ്രൊമോഷണൽ പ്രക്ഷേപണത്തിനുള്ള ഡിസ്പ്ലേ സ്ക്രീൻ എന്നിവ ഉൾപ്പെടുന്നു. അടുത്ത മാസം 5 വരെ റിയാദ് രാജ്യാന്തര പുസ്തകമേളയും വ്യത്യസ്തമായ അനുബന്ധ പരിപാടികളും തുടരും. ധോഫാർ ഗവർണറേറ്റിൽ നടന്ന ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം സമാപിച്ചു. അൽ നജാഹ് എന്ന പേരിൽ ഈ മാസം 12 ആരംഭിച്ച പരിശീലനത്തിൽ ഇരു രാഷ്ട്രങ്ങളിലെയും വിവിധ സൈനിക വിഭാഗങ്ങളിലെ 100 കണക്കിന് സൈനികരാണ് പങ്കെടുത്തത്. റബ്കൂത്ത് സൈനിക പരിശീലന മേഖലയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശീലനം. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് സൈനിക പരിശീലനം സന്ദർശിച്ചു. യമനിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടിം ലണ്ടർകിങ്ങും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ 79ാമത് ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയ വേളയിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഹാൻസ് ഗ്രഡ്ബർഗുമായും മന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ധോഫാർ ഗവർണറേറ്റിൽ അൽ സർബ് സീസൺ ആരംഭിച്ചതോടെ വീണ്ടും മലനിരകൾ കയറി ഒട്ടകക്കൂട്ടങ്ങൾ. 100 കണക്കിന് ഒട്ടകങ്ങളുമായി ഉടമകൾ മേച്ചിൽപ്പുറങ്ങളിലേക്ക് തിരികെ എത്തുന്ന മനോഹര കാഴ്ചകൾ ഇപ്പോൾ സലാലയിലും പരിസരങ്ങളിലും കാണാനാകും. നിരവധി ഒട്ടകങ്ങൾ അണിനിരന്നുള്ള യാത്രയുടെ കാഴ്ച പ്രത്യേക ചന്തമുള്ളതാണ്. ഖരീഫ് കാലത്ത് മലയിറങ്ങിയ ഒട്ടകങ്ങളുമായി ഉടമകൾ തിരികെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നതാണ് കാഴ്ച. ഖരീഫ് അവസാനിച്ചതോടെ സർബ് സീസണിലേക്ക് പതിയെ മാറിയിരിക്കുകയാണ് ധോഫാറിലെ പ്രകൃതി. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ സലാല സോൺ മീലാദ് സദസ്സ് സംഘടിപ്പിച്ചു. അൽ ഖലൂദ് സാലം ഷാൻഫരി മസ്ജിദിൽ നടന്ന പരിപാടിയിൽ സലാല KCF സെക്രട്ടറി ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ പ്രസിഡന്റ് ഷരീഫ് മിസ്ബാഹി ഉദ്ഘാടനം മീലാദ് സദസ്സ് നിർവഹിച്ചു. വടക്കൻ പാത്തിന ഗവർണറേറ്റിൽ വിവിധ മോഷണ കേസുകളിൽ വിദേശികൾ അറസ്റ്റിൽ. വാണിജ്യ സ്റ്റോറിൽ മോഷണം നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. മറ്റൊരു സംഭവത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സുഹാർ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ പാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. ഒമാൻ ഫുട്ബോൾ ടീം പരിശീലകനായി വീണ്ടും എത്തിയ റഷീദ് ജാബിർ വരുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള 28 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. മസ്കത്തിൽ ആഭ്യന്തര ക്യാമ്പിനുള്ള സ്ക്വാഡിൽ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്നു. മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരങ്ങൾക്ക് കുവൈത്തിനും ജോർദാനുമെതിരെയുള്ള വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇടം ലഭിക്കും. ഇബ്രാഹിം അൽ മുഖൈനി, ഫായിസ് അൽ റുഷേദി എന്നിവർക്കൊപ്പം പുതുമുഖ താരം ഇബ്രാഹിം അൽ റാജിയും ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ ഇടം നേടിയപ്പോൾ പ്രതിരോധ നിരയിൽ അനുഭവസമ്പന്നരായ അഹമ്മദ് അൽ ഹുമൈസിയും മുഹമ്മദ് അൽ മുസ്ലമിയും ഖാലിദ് അൽ ബർക്കിയും ഹാരിം അൽ സഅദിയും ടീമിൽ ഇടം നേടി. പരിശീലകനായി നിയമിതനായ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒമാൻ ആഭ്യന്തര ലീഗ് മത്സരങ്ങൾ നേരിൽ കാണുന്നതിന് ജാബിർ റഷീദ് നേരിട്ടെത്തിയിരുന്നു. ആരോഗ്യ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ധോഫാർ നഗരസഭ 3 കന്നുകാലി വിൽപ്പന സ്ഥാപനം അടച്ചുപൂട്ടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചറൽ ഫിഷറീസ് വാട്ടർ റിസോഴ്സുമായി സഹകരിച്ച് ആരോഗ്യ നിയന്ത്രണ വകുപ്പ് കന്നുകാലികളെയും ആടുകളെയും വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു നടപടി. അനധികൃത കശാപ്പ് തടയുന്നതിനും ആരോഗ്യ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായിരുന്നു പരിശോധനകൾ. പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനായി പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 1 വരെ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിക്കും. ഇതിന്റെ ഭാഗമായി ധോഫാർ ഗവർണറേറ്റിലെ തീരപർവ്വത പ്രദേശങ്ങളിലും അൽ ഹജർ പർവ്വതനിരകളിലും വ്യത്യസ്ത തീവ്രതയുള്ള മഴ ലഭിച്ചേക്കും.
ദാഖിലിയ നഗരസഭയുടെ കീഴിൽ ഭക്ഷണശാലകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ബിദ്ബിദ് വിലായത്തിലെ വിവിധ കടകളിൽ നടന്ന പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. 80 കിലോഗ്രാമിലധികം ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തതായും നഗരസഭ അറിയിച്ചു. ഒമാൻ ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് സമാപിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ 3 ദിവസങ്ങളിലായി നടന്ന പ്രദർശനം ആരോഗ്യമേഖലയിലെ വളർച്ചയുടെ അടയാളപ്പെടുത്തലായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 160 പ്രദർശകരാണ് ഇത്തവണ പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തവണ പ്രദർശനത്തിനെത്തുന്നുവെന്നതും പ്രത്യേകതയായിരുന്നു. 8000-ലധികം ആളുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി. ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് എക്സിബിഷൻ ഒരുക്കിയത്. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിൽ നടക്കുന്ന നൂതന അഗ്രി ടൂറിസം പരിപാടിയായ റുമ്മാന ഫെസ്റ്റിവലിന് ഇന്ന് തിരശീല വീഴും. ജൂലൈ 4 മുതൽ ആരംഭിച്ചത് മുതൽ 45,000-ന് മുകളിൽ ആളുകൾ ഫെസ്റ്റിവലിലെത്തിയതായി അധികൃതർ അറിയിച്ചു. മാതളനാരങ്ങ വിളവെടുപ്പ് സീസൺ തുടങ്ങിയതോടെ സന്ദർശകരുടെ വരവിൽ ഗണ്യമായ വർധനവാണുണ്ടായത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ കാർഷിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയുമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. ഒമാൻ വിശാലവും വൈവിധ്യപൂർണവുമായ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ്. ജബൽ അക്തറിലെ സന്ദർശകർക്ക് കാർഷിക ടൂറിസം അനുഭവം വർദ്ധിപ്പിക്കുന്നതിലും പ്രാദേശിക കർഷകർക്ക് അവരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൽ പിന്തുണ നൽകാനും ഈവന്റിന്റെ 2ാം പതിപ്പിലൂടെ സാധിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.